നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ ലേബർ സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ. ബ്രിട്ടനെ യുദ്ധസജ്ജമാക്കാനുള്ള പദ്ധതികളിൽ ഒരു തീരുമാനമെടുക്കാതെ ലേബർ സർക്കാർ ഒഴിഞ്ഞു മാറുകയാണെന്ന ആരോപണം ശക്തം. സൈന്യത്തെയും മറ്റ് സുപ്രധാന മേഖലകളെയും യുദ്ധമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അതിനെ നേരിടാൻ സജ്ജമാക്കുക എന്ന പദ്ധതികൾ സർക്കാർ അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചു. ഈ വർഷം പാർലമെന്റിൽ എത്തുമെന്ന് കരുതിയ ഡിഫൻസ് റെസിഡൻസ് ബിൽ 2027 പകുതി വരെ ഉണ്ടാകില്ല. ബിൽ അവതരിപ്പിക്കുന്നതിലുള്ള കാലതാമസം ശത്രുക്കൾക്കും സഖ്യരാജ്യങ്ങൾക്കും തെറ്റായ സന്ദേശം നൽകുമെന്ന് വിമർശകർ. യുകെയിൽ ഷബാന മഹ്മൂദിന്റെ കർക്കശ കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ കടുത്ത ആശങ്ക. ഹോം സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നത് യുകെയിൽ സ്ഥിരതാമസത്തിനുള്ള യോഗ്യത ലഭിക്കുവാൻ കൂടുതൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന പരിഷ്കാരങ്ങൾ. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ മൈഗ്രേഷൻ സിസ്റ്റത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടായേക്കാവുന്നവ. തീരുമാനങ്ങളിൽ നിന്നും ലേബർ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വരുമെന്ന് സൂചന. കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ ആശങ്ക അറിയിച്ച് വിമത എംപിമാരും മന്ത്രിമാരും. നോർത്ത് സീയിൽ എണ്ണ പ്രകൃതിവാതക ഖനനം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തം. നെറ്റ് സീറോ നയങ്ങൾ മയപ്പെടുത്തണമെന്ന് എനർജി സെക്രട്ടറി എഡ് മിലിബന്റിനോട് ശക്തമായി ആവശ്യപ്പെട്ട് എംപിമാർ. ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില പിടിച്ചു നിർത്താനും ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനും നയങ്ങൾ മയപ്പെടുത്തുന്നത് അത്യാവശ്യമാണെന്ന് ഭരണകക്ഷി എംപിമാർ. മന്ത്രിസഭയ്ക്കുള്ളിലും തർക്കം ശക്തമാകുന്നു. വാതക ഖനനത്തിനുമേലുള്ള നിരോധനം നീക്കണമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ്. ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഉടൻ തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാനെ തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് മുൻപ് സമാധാന കരാറിലെത്തിയില്ല എങ്കിൽ രാജ്യം മുഴുവൻ ബോംബിട്ട് തകർക്കുമെന്ന ട്രംപിന്റെ അന്ത്യശാസനം. ഇറാനിലെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടന്നാൽ രാജ്യം പുനർനിർമ്മിക്കാൻ കുറഞ്ഞത് 20 വർഷമെങ്കിലും വേണ്ടിവരുമെന്ന മുന്നറിയിപ്പ്. പശ്ചിമേഷ്യൻ യുദ്ധ പ്രതിസന്ധിയിൽ കുതിച്ചുയർന്ന എണ്ണവില. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $2.4 ഉയർന്ന് $114.43. ഒറ്റ രാത്രിയിൽ ഉയർന്നത് 2.2%. ഹോർമൂസിൽ പണം ഈടാക്കുന്നത് നിയമവിധേയമാക്കാൻ ഒരുങ്ങി ഇറാൻ. യുദ്ധത്തിൽ നേരിട്ട നഷ്ടം ഹോർമൂസിലൂടെ ഈടാക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ല എങ്കിൽ ഇറാൻ നരകതുല്യമായ അവസ്ഥ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിദ്വേഷ പ്രസംഗവുമായി കാട്ടാക്കട BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ്. LDFും UDFും അധികാരത്തിൽ വന്നാൽ ഭരണം നിയന്ത്രിക്കുന്നത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമായിരിക്കുമെന്നും പാകിസ്ഥാൻ അനുകൂല സംഘടനകൾ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുമെന്നും PK കൃഷ്ണദാസ്. ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുമെന്നും പരാമർശം. കൃഷ്ണദാസിന്റെ പ്രസ്താവന തള്ളി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മണലൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടിക കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PK ഫിറോസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പ്രതാപൻ BJPയുമായി കോടികളുടെ ഡീലുണ്ടാക്കിയെന്ന് ഗുരുതര ആരോപണം. 8 കോടി രൂപ വാങ്ങിയ BJPക്ക് വോട്ടുമറിച്ചെന്നും പ്രതാപൻ രാവിലെ കോൺഗ്രസും വൈകിട്ട് BJPയുമാണെന്നും ഫിറോസ്. വാർത്തകൾ വിശദമായി. ബ്രിട്ടനെ യുദ്ധസജ്ജമാക്കാനുള്ള പദ്ധതികൾ നീട്ടിക്കൊണ്ടുപോയി ഒരു തീരുമാനമെടുക്കാതെ ലേബർ സർക്കാർ ഒഴിഞ്ഞുമാറുകയാണെന്ന ആരോപണം ഉയരുന്നു. ഇതിനായി നടത്താൻ ഉദ്ദേശിച്ച നിയമനിർമ്മാണം അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചതോടെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. സൈന്യത്തെയും മറ്റു സുപ്രധാന മേഖലകളെയും ഒരു യുദ്ധമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അതിനെ നേരിടാൻ സജ്ജമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബ്രിട്ടനെ യുദ്ധസജ്ജമാക്കാനുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചതോടെ പദ്ധതികൾ നീട്ടിക്കൊണ്ടുപോയി ഒരു തീരുമാനമെടുക്കാതെ ലേബർ സർക്കാർ ഒഴിഞ്ഞുമാറുകയാണെന്ന ആരോപണം ഉയരുകയാണ്. ഈ വർഷം ആദ്യം തന്നെ ഡിഫൻസ് റെസിഡൻസ് ബിൽ എന്ന ഈ ബിൽ പാർലമെന്റിൽ എത്തുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ 2027 പകുതി വരെയെങ്കിലും അത് ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ലോകരാഷ്ട്രീയം അത്യന്തം സംഘർഷം നിറഞ്ഞ സ്ഥിതിയിൽ തുടരുമ്പോൾ ഇത്തരമൊരു ബിൽ അവതരിപ്പിക്കുന്നതിനുള്ള കാലതാമസം ശത്രുക്കൾക്കും സഖ്യരാജ്യങ്ങൾക്കും തെറ്റായ സന്ദേശം നൽകുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. 2025 തന്ത്രപ്രധാനമായ പ്രതിരോധ വിശകലനത്തിന്റെ സുപ്രധാന നിർദ്ദേശങ്ങളിലൊന്നായ ഈ ബിൽ ബ്രിട്ടനെ സദാ യുദ്ധസജ്ജമാക്കി നിർത്താൻ ലക്ഷ്യം വെച്ചുള്ളതാണ്. സുപ്രധാന വ്യവസായങ്ങൾ ഏറ്റെടുക്കാനും പ്രവർത്തിപ്പിക്കാനും സർക്കാരിന് കൂടുതൽ അധികാരം നൽകുന്ന ഒന്നാണ് ഈ ബിൽ. അതുപോലെ കരുതൽ സൈന്യത്തിന്റെ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനും മന്ത്രിസഭയ്ക്ക് കൂടുതൽ അധികാരം നൽകുന്നു. 2026 ആരംഭത്തോടെ ബിൽ വരുമെന്നായിരുന്നു കഴിഞ്ഞ ജൂണിൽ പ്രതിരോധ മന്ത്രി ലോർഡ് സ്കോക്കർ പറഞ്ഞിരുന്നത്. എന്നാൽ പാർലമെന്റിന്റെ അടുത്ത സെഷനിലെ അജണ്ട വെളിപ്പെടുത്തുന്ന അടുത്ത മാസത്തെ രാജാവിന്റെ പ്രസംഗത്തിൽ ഇത് ഉൾപ്പെടുത്തിയതായി സൂചനകളൊന്നും തന്നെ ഇല്ല. ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ കർക്കശ കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ കടുത്ത ആശങ്ക പുലർത്തുന്ന മന്ത്രിമാരും വിമത എംപിമാർക്കൊപ്പം ചേർന്നു. കുടിയേറ്റക്കാരോട് കൂടുതൽ മൃദു സമീപനം പുലർത്തുന്ന വിധത്തിൽ നിയന്ത്രണങ്ങൾ മയപ്പെടുത്തണമെന്നതാണ് അവരുടെ ആവശ്യം. താറുമാറായി എന്ന് ആരോപിക്കപ്പെടുന്ന ബ്രിട്ടീഷ് മൈഗ്രേഷൻ സിസ്റ്റത്തെ നേരെയാക്കാനുള്ള ഹോം സെക്രട്ടറിയുടെ തീരുമാനത്തിനെതിരെ കടുത്ത വെല്ലുവിളികൾ ഉയരാൻ തുടങ്ങിയതോടെ ഒരിക്കൽ കൂടി ലേബർ സർക്കാരിന് തീരുമാനങ്ങളിൽ നിന്നും മലക്കം മറിയേണ്ടതായി വന്നേക്കാം എന്ന സൂചനയാണ് പുറത്തുവരുന്നത്.
ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ കർക്കശ കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ കടുത്ത ആശങ്ക പുലർത്തുന്ന മന്ത്രിമാരും വിമത എംപിമാർക്കൊപ്പം ചേർന്ന് തീരുമാനത്തിനെതിരെ കടുത്ത വെല്ലുവിളികൾ ഉയർത്താൻ തുടങ്ങിയതോടെ ഒരിക്കൽ കൂടി ലേബർ സർക്കാരിന് തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ടു പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ വർഷമായിരുന്നു മൈഗ്രേഷൻ സിസ്റ്റത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടായേക്കാവുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ ഷബാന മഹ്മൂദ് പ്രഖ്യാപിച്ചത്. UK-യിൽ സ്ഥിരതാമസത്തിനുള്ള യോഗ്യത ലഭിക്കുവാൻ കൂടുതൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളാണ് ഷബാന നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ ബ്രിട്ടനിലുള്ള കുടിയേറ്റക്കാർക്ക് കൂടി ബാധകമാകുന്ന തരത്തിൽ ഇത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കുന്നതിൽ നിന്നും പിന്മാറണമെന്നാണ് നിരവധി എംപിമാർ ഷബാന മഹ്മൂദിനോട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ കൺസൾട്ടേഷൻ ഘട്ടത്തിലുള്ള ഈ നിർദ്ദിഷ്ട നിയമത്തിൽ കൂടുതൽ ഇളവുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ചില മന്ത്രിമാർ പരോക്ഷമായി നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വിമത എംപിമാരെയാണ് ഇവർ നീക്കത്തിനായി ഉപയോഗിക്കുന്നത്. ക്ഷേമ പദ്ധതികൾ, ഡിജിറ്റൽ ID, പബ്ബുകൾക്കുള്ള പിന്തുണ തുടങ്ങിയ വിഷയങ്ങളിൽ ഉണ്ടായതുപോലെ ഈ സമ്മർദ്ദം കാരണം സർക്കാരിന് പുതിയ കുടിയേറ്റ നിയമത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വരുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. മുൻ ഉപപ്രധാനമന്ത്രിയായ ഏഞ്ചല റെയ്നർ ഇതിനോടകം തന്നെ ഹോം സെക്രട്ടറിയുടെ നീക്കം ബ്രിട്ടീഷ് സംസ്കാരത്തിനും പൈതൃകത്തിനും യോജിച്ചതല്ല എന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. അതേസമയം നിയമത്തിൽ ഇളവുകൾ വരുത്താൻ ചില മന്ത്രിമാരും എംപിമാരോടൊത്ത് സമ്മർദ്ദം ചെലുത്തുന്നു എന്ന വാർത്ത ശരിയല്ല എന്നാണ് ഹോം ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. സർക്കാരിന്റെ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നും അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൺസൾട്ടേഷൻ ഘട്ടത്തിലാണെന്നും അതിന്റെ ഫലമനുസരിച്ചായിരിക്കും മേൽ നടപടികളെന്നും അവർ കൂട്ടിച്ചേർത്തു. പൊതുജനങ്ങളുടെ ശക്തമായ ആവശ്യത്തിനു നേരെ മുഖം തിരിക്കാൻ കഴിയാതെ ഒരു വിഭാഗം എംപിമാർ നോർത്ത് സീയിൽ എണ്ണ പ്രകൃതിവാതക ഖനനം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്. നെറ്റ് സീറോ നയങ്ങൾ മയപ്പെടുത്തണമെന്ന എനർജി സെക്രട്ടറി എഡ് മിലിബന്റിനോട് ശക്തമായി ആവശ്യപ്പെടുന്ന എംപിമാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായാണ് സൂചന. ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില പിടിച്ചു നിർത്താനും ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനും ഇത് അത്യാവശ്യമാണെന്ന് ഭരണകക്ഷി എംപിമാർ പോലും പറയുന്നു. പൊതുജനങ്ങളുടെ ശക്തമായ ആവശ്യത്തിനു നേരെ മുഖം തിരിക്കാൻ കഴിയാതെ ഒരു വിഭാഗം എംപിമാർ നോർത്ത് സീയിൽ എണ്ണ പ്രകൃതിവാതക ഖനനം ആരംഭിക്കണമെന്നതിന്റെ ഭാഗമായി നെറ്റ് സീറോ നയങ്ങൾ മയപ്പെടുത്തണമെന്ന് എനർജി സെക്രട്ടറി എഡ് മിലിബന്റിനോട് ശക്തമായി ആവശ്യം ഉന്നയിച്ചു തുടങ്ങി. മധ്യപൂർവേഷ്യയിലെ സംഘർഷം തീർത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ബ്രിട്ടീഷ് കുടുംബങ്ങൾ പെടാപ്പാടുപെടുന്നതിനിടയിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗം പേരും നോർത്ത് സീയിലെ ഖനനത്തിനുള്ള മേലുള്ള നിരോധനം നീക്കണമെന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. ഡെയിലി മെയിലിന് വേണ്ടി ലോർഡ് അഷ്ക്രോഫ്റ്റ് നടത്തിയ സർവേയിൽ പങ്കെടുത്തവരിൽ പകുതിയിലധികം പേരും മിലിബാൻഡിനോട് ആവശ്യപ്പെട്ടത് ഖനനം ആരംഭിക്കാനായിരുന്നു. അതേസമയം നോർത്ത് സീയിൽ എണ്ണ പ്രകൃതിവാതക ഖനനത്തിനു മേലുള്ള നിരോധനം നീക്കിയാൽ താൻ സന്തുഷ്ടയാണെന്ന ചാൻസലർ റേച്ചൽ റീവ്സിന്റെ പ്രസ്താവന മന്ത്രിസഭയ്ക്കുള്ളിലും ഇത് സംബന്ധിച്ച് തർക്കം ശക്തമാവുകയാണെന്ന സൂചനയാണ് നൽകുന്നത്. ട്രേഡ് യൂണിയനുകളും ലേബർ പാർട്ടിക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. അതിനെല്ലാം പുറമെ ഇപ്പോൾ എംപിമാർ പരസ്യമായി തന്നെ ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നതും സർക്കാരിനെ വിഷമവൃത്തത്തിൽ ആക്കുന്നുണ്ട്. ഏപ്രിൽ 6 മുതൽ ബ്രിട്ടനിലെ ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക് അവരുടെ വാർഷിക ഹോം വർക്കിംഗ് അലവൻസ് ഇല്ലാതാവും. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കുള്ള ഈ ആനുകൂല്യം ഇല്ലാതെയാക്കുക വഴി 2026 ഏപ്രിൽ മുതൽ 5 വർഷക്കാലത്തിൽ 115 മില്യൺ പൗണ്ട് ലാഭിക്കാൻ കഴിയുമെന്നാണ് HMRC കണക്കാക്കുന്നതെന്ന് അക്കൗണ്ടൻസി ബിസിനസ് അഡ്വൈസറി സ്ഥാപനമായ അറ്റെക്സ് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഏപ്രിൽ 6 മുതൽ ബ്രിട്ടനിലെ ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക് അവരുടെ വാർഷിക ഹോം വർക്കിംഗ് അലവൻസ് ഇല്ലാതാകുമെന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തൊഴിലുടമകൾ തിരിച്ചു നൽകാത്ത ചെലവുകൾക്ക് മീതെ ലഭിച്ചിരുന്ന നികുതി ഇളവ് ഇല്ലാതാകുന്നതോടെ പലർക്കും അതൊരു ഇരുട്ടടിയായി മാറും. വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിംഗ്, ഇലക്ട്രിസിറ്റി, ബിസിനസ് ഫോൺ കോളുകൾ എന്നിവയിലെ അധിക ചെലവുകൾക്ക് ഒരു ആശ്വാസമായിരുന്നു നികുതി ഇളവ്. ഇതിന് അർഹതയുള്ളവർക്ക് പ്രതിവാരം 6 പൗണ്ടാണ് ഇളവായി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനായി ഏതെങ്കിലും തരത്തിലുള്ള രസീതുകൾ ഹാജരാക്കേണ്ടത് ഇല്ല. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഗൗരവമായി ഉയരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പ്രൈമറി സ്കൂൾ അധ്യാപകരിൽ 45% പേരും സെക്കൻഡറി സ്കൂളുകളിൽ 78% പേരും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കുട്ടികളിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടതായി അറിയിച്ചു. പ്രത്യേകിച്ച് സെക്കൻഡറി തലത്തിൽ ഇത് കൂടുതൽ ഗുരുതരമാണെന്നും ചിലർ സ്ഥിരമായി ഇത്തരം പ്രശ്നങ്ങൾ കാണുന്നുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഗൗരവമായി വരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനു പിന്നാലെ ഭക്ഷണം ഒഴിവാക്കൽ, കുറഞ്ഞളവിൽ മാത്രം ഭക്ഷണം കഴിക്കൽ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡറുകളും കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നതായി വിദഗ്ധർ പറയുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണത്തോടനുബന്ധിച്ച് മാത്രം ഒതുങ്ങുന്നില്ല. സെക്കൻഡറി സ്കൂളുകളിലെ അധ്യാപകരിൽ 68% പേർ വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് സ്ഥിരമായ ഹാജർ കുറവ് കാണുന്നുണ്ടെന്ന് വ്യക്തമാക്കി. 76% പേരിൽ സാമൂഹ്യ ഇടപെടലുകളിൽ ബുദ്ധിമുട്ടുകൾ കാണുന്നുവെന്നും 48% കുട്ടികളിൽ സ്ഥിരമായ ഉത്കണ്ഠ അനുഭവപ്പെടുന്ന
നടത്തുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം സ്കൂളുകളിൽ കൗൺസിലർമാരുടെ കുറവ് ഗുരുതരമായി ഉയർന്നിട്ടുണ്ട്. 3 വർഷത്തിനിടെ കൗൺസിലർ ഇല്ലാത്ത സ്കൂളുകളുടെ എണ്ണം 29% നിന്ന് 40% വർദ്ധിച്ചു. വിദ്യാർത്ഥികളുടെ പെരുമാറ്റ പ്രശ്നങ്ങളും പഠനത്തെ ബാധിക്കുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 66% അധ്യാപകർ ക്ലാസുകളിൽ കുട്ടികളുടെ മോശം പെരുമാറ്റം പഠനം തടസ്സപ്പെടുത്തുന്നതായി പറഞ്ഞു. പ്രൈമറി സ്കൂളുകളിലും പ്രത്യേക വിദ്യാർത്ഥികൾക്കായുള്ള സ്കൂളുകളിലും ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാണ്. ആവശ്യമായ വിഭവങ്ങളും പ്രത്യേക പരിശീലനവും ഇല്ലാത്തതിനാൽ അധ്യാപകർക്ക് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് സ്വാധീനങ്ങളും കുട്ടികളുടെ പെരുമാറ്റത്തെ ബാധിക്കുന്നതായും ചിലർ അഭിപ്രായപ്പെട്ടു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഉടൻ തുറന്നു കൊടുത്തില്ല എങ്കിൽ ഇറാനെ തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 5:30 മുൻപ് സമാധാന കരാറിൽ എത്തിയില്ല എങ്കിൽ രാജ്യം മുഴുവൻ ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂ സോഷ്യലിലൂടെയാണ് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഉടൻ തുറന്നു കൊടുത്തില്ല എങ്കിൽ ഇറാനെ തകർക്കുമെന്നും ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 5:30 മുൻപ് സമാധാന കരാറിൽ എത്തിയില്ല എങ്കിൽ രാജ്യം മുഴുവൻ ബോംബിട്ട് തകർക്കുമെന്നുള്ള ട്രംപിന്റെ ഭീഷണി പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണത്തെ പവർ പ്ലാന്റ് ഡേ എന്നും ബ്രിഡ്ജ് ഡേ എന്നുമാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാനിലെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം നടന്നാൽ രാജ്യം പുനർനിർമ്മിക്കാൻ കുറഞ്ഞത് 20 വർഷമെങ്കിലും വേണ്ടിവരുമെന്ന് ട്രംപ് പറഞ്ഞു. ആക്രമണങ്ങളിൽ ഇറാനിലെ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ ആശങ്കകളെ ട്രംപ് തള്ളി. ഭരണകൂടത്തെ എതിർക്കുന്ന ഇറാൻ ജനത ഇത്തരം നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്ന് ട്രംപ് പറഞ്ഞു. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് യുദ്ധക്കുറ്റമാകുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുമ്പോഴും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പൈലറ്റിനെ ഇറാൻ മണ്ണിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെടുത്തിയതിന് പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം കടുപ്പിച്ചത്. ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് ഇറാന്റെ UN മിഷൻ അമേരിക്കൻ ആക്രമണങ്ങളെ യുദ്ധക്കുറ്റമായി കണക്കാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുഎസിനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെയും ഇസ്രയേലിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുമെന്നാണ് ഇറാന്റെ ഭീഷണി. കഴിഞ്ഞ ദിവസവും ട്രംപ് ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു. തിങ്കളാഴ്ചയ്ക്കകം ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാൻ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞ ട്രംപ് അസഭ്യ വർഷവും നടത്തിയിരുന്നു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂ സോഷ്യലിലൂടെയായിരുന്നു ഭീഷണി. കടലിടുക്ക് തുറന്നില്ല എങ്കിൽ നിങ്ങൾ നരകത്തിൽ ജീവിക്കേണ്ടി വരും, കാത്തിരിക്കൂ, അള്ളാഹുവിന് സ്തുതി എന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്കായി തങ്ങളുടെ പക്കലുള്ള കൂടുതൽ ദീർഘദൂര മിസൈലുകൾ വിന്യസിക്കാൻ US തീരുമാനിച്ചതായി റിപ്പോർട്ട്. AGM-158 എന്ന കോഡ് നാമത്തിലുള്ള ജോയിന്റ് എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് മിസൈലുകളാണ് US ഇറാനെതിരെ ഉപയോഗിക്കാൻ ഒരുങ്ങുന്നത്. US ആയുധ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന ഈ മിസൈലുകൾ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്തുനിന്ന് തൊടുക്കാവുന്നവയാണ്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്കായി തങ്ങളുടെ പക്കലുള്ള കൂടുതൽ ദീർഘദൂര മിസൈലുകളായ AGM-158 എന്ന കോഡ് നാമത്തിലുള്ള ജോയിന്റ് എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് മിസൈലുകൾ വിന്യസിക്കാൻ US തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന ഈ മിസൈലുകൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി US സൈന്യത്തിന്റെ ഭാഗമാണ്. $1.5 ദശലക്ഷം, അതായത് ഏകദേശം 12.5 കോടിയോളം രൂപയാണ് മിസൈലിന്റെ വില. 500 നോട്ടിക്കൽ മൈലിലധികം ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധി പുറത്തുനിന്ന് തന്നെ കൃത്യമായ ലക്ഷ്യം കാണാൻ പൈലറ്റുമാരെ ഇത് സഹായിക്കുന്നു. 1000 പൗണ്ട് ഭാരമുള്ള കടുപ്പമേറിയ ലക്ഷ്യങ്ങളെ തുളച്ചുകയറാൻ ശേഷിയുള്ള വാർഹെഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. F-15E, F-16 തുടങ്ങിയ യുദ്ധവിമാനങ്ങളിലും B-1B, B-52H തുടങ്ങിയ ഭീമൻ ബോംബർ വിമാനങ്ങളിലും ഇത് ഉപയോഗിക്കും. യുദ്ധം തുടങ്ങിയ 4 ആഴ്ചകൾക്കുള്ളിൽ തന്നെ US 1000-ലധികം JASSM മിസൈലുകൾ ഇറാനിൽ ഉപയോഗിച്ചതായാണ് വിവരം. കൂടാതെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ലക്ഷ്യമിട്ട് നടത്തിയ നീക്കത്തിൽ 47 മിസൈലുകൾ കൂടി പ്രയോഗിച്ചു. അത്യാധുനിക ഇൻഫ്രാറെഡ് സ്പീക്കർ, ആന്റി ജാം GPS സംവിധാനം എന്നിവ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി തകർക്കുന്നതും ഈ മിസൈലിന്റെ പ്രത്യേകതയാണ്. ശത്രുവിന്റെ റഡാറുകളെ വെട്ടിച്ച് നീങ്ങാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ പൈലറ്റുമാരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് അതീവ സുരക്ഷയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ പ്രാപ്തമാണ്. കൂടുതൽ മിസൈലുകൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ലോക്ഹീഡ് മാർട്ടിൻ ഇവയുടെ ഉൽപാദനം ത്വരിതപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കാൻ വഴിതെളിച്ചേക്കാവുന്ന 45 ദിവസ വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകൾക്കായുള്ള ചർച്ചയിൽ USഉം ഇറാനും മധ്യസ്ഥ രാജ്യങ്ങളും ഏർപ്പെട്ടിരിക്കുന്നതായി റിപ്പോർട്ട്. US ഇസ്രായേൽ ചർച്ചകളെ കുറിച്ച് അറിവുള്ള പ്രാദേശിക വൃത്തങ്ങൾ എന്നിവരെ ഉദ്ധരിച്ച് ആക്സിയോസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കാൻ വഴിതെളിച്ചേക്കാവുന്ന 45 ദിവസ വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകൾക്കായുള്ള ചർച്ചയിൽ USഉം ഇറാനും മധ്യസ്ഥ രാജ്യങ്ങളും ഏർപ്പെട്ടിരിക്കുന്നതായുള്ള പ്രതീക്ഷയ്ക്ക് വകയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.
രണ്ടു ഘട്ടമായി നടപ്പാക്കാവുന്ന കരാറിന് വേണ്ടിയുള്ള ചർച്ചയാണ് പുരോഗമിക്കുന്നത് എന്നതാണ് വിവരം. ഇതിന്റെ ആദ്യഘട്ടത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കൊണ്ടുവരികയും ആ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉടമ്പടികളിൽ എത്തിച്ചേരുകയും ചെയ്യുക. രണ്ടാം ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമഗ്രമായ കരാർ കൊണ്ടുവരിക. ചർച്ചകൾക്ക് കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ വെടിനിർത്തൽ ദീർഘിപ്പിക്കും. പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നിവരാണ് ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്നതെന്നാണ് വിവരം. കൂടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറിയതായും വിവരമുണ്ട്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കൽ, ഇറാന്റെ യുറേനിയം സംബന്ധിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കൽ എന്നിവ രണ്ടാം ഘട്ടത്തിലെ സാധ്യമാകൂ എന്നാണ് മധ്യസ്ഥർ വിലയിരുത്തുന്നത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നിൽ വെച്ച സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് ഭാഗികമായ കരാറിലെങ്കിലും എത്തിച്ചേരാനുള്ള സാധ്യത നന്നേ കുറവാണ്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്കകം ഇറാൻ സമാധാന കരാറിൽ എത്തിച്ചേരണമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇല്ലെങ്കിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകളിലേക്ക് എത്തിച്ചേരാനുള്ള തിരക്ക് പിടിച്ച ചർച്ചകളാണ് നയതന്ത്ര തലത്തിൽ നടക്കുന്നത്. അല്ലാത്ത പക്ഷം മേഖലയിലെ സാഹചര്യം കൂടുതൽ വഷളാകാനിടയുണ്ട്. അത് ഒഴിവാക്കാനുള്ള അവസാന ശ്രമമായാണ് ഈ ചർച്ചകൾ കണക്കാക്കപ്പെടുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 122.94 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 93.06 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 107.3 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.32 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 66.78 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. അസമിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം അന്തിമ ഘട്ടത്തിലെത്തുമ്പോൾ തുടക്കത്തിൽ BJPക്ക് മേൽക്കൈ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സ്ഥിതിയിൽ നിന്ന് വലിയ മാറ്റം പ്രകടമാണ്. ഏപ്രിൽ 9 കേരളത്തിനൊപ്പം അസം വിധി എഴുതുമ്പോൾ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് അറിയാനുള്ളത്. ഭരണത്തിന് നേതൃത്വം നൽകുന്ന BJPയും മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും സകല തന്ത്രങ്ങളും പുറത്തെടുത്തുള്ള പ്രചരണമാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. അസമിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം അന്തിമ ഘട്ടത്തിലെത്തുമ്പോൾ BJPക്ക് മേൽക്കൈ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സ്ഥിതിയിൽ വലിയ മാറ്റം പ്രകടമാകുന്നതോടെ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും PCC അധ്യക്ഷൻ ഗൗരവ് ഗൊഗോയും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലിന്റെ സ്വഭാവത്തിലേക്കും തിരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. പഴയ BJPയും ഹിമന്ത നേതൃത്വം നൽകുന്ന BJPയും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാട്ടിയുള്ള കോൺഗ്രസ് പ്രചരണവും BJPയുടെ പരമ്പരാഗത വോട്ട് അടിത്തറയിൽ ചെറിയ തോതിലെങ്കിലും വിള്ളലുണ്ടാക്കാം. 19 സിറ്റിംഗ് MLAമാർക്ക് സീറ്റ് നിഷേധിച്ച് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കോൺഗ്രസ് വിട്ടുവന്നവർക്ക് BJP സീറ്റ് നൽകിയിരുന്നു. പലയിടത്തും റിവൽ ശല്യത്തിനും മുതിർന്ന നേതാക്കളുടെ നിസ്സഹകരണത്തിനും ഇത് കാരണമായി. ദീർഘകാലമായി പട്ടികവർഗ പദവി ആവശ്യപ്പെടുന്ന പ്രബലരായ അഹോം വിഭാഗം ഉൾപ്പെടെ 6 സമുദായങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാത്തത് ഇത്തവണ BJPക്ക് വിനയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. വേതന വർധനയും പട്ടയ വിതരണവും നടപ്പാക്കിയതിൽ 40ഓളം മണ്ഡലങ്ങളിൽ നിർണായകമായ തേയിലത്തോട്ടം തൊഴിലാളികൾ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അപ്പർ അസം മേഖലയിലും BJPക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നാണ് നിഗമനം. 45 സീറ്റുകളുള്ള മേഖലയിൽ ഗോത്ര സമൂഹത്തിന്റെ വോട്ട് നിർണായകമാണ്. ബംഗാളി സംസാരിക്കുന്ന മുസ്ലിം സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള ലോവർ അസമിലും മധ്യ അസമിലെ നൌഗാവോൺ പോലുള്ള ജില്ലകളിലും ധ്രുവീകരണ രാഷ്ട്രീയം പയറ്റുകയാണ് BJPയും മുഖ്യമന്ത്രി ഹിമന്തയും. പശ്ചിമേഷ്യൻ യുദ്ധ പ്രതിസന്ധിയിൽ കുതിച്ചുയർന്ന എണ്ണവില. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $2.4 ഉയർന്ന് 111.43 എത്തി. 2.2% ഒറ്റ രാത്രിയിൽ ഉയർന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് കടന്ന എണ്ണ ടാങ്കർ ഗുജറാത്ത് തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഹോർമൂസിൽ 4 LPG ടാങ്കറുകളാണ് അനുമതി കാത്ത് കിടക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ പ്രതിസന്ധിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $2.4 ഉയർന്ന് 111.43 എത്തി. നിലവിൽ ഹോർമൂസിൽ 4 LPG ടാങ്കറുകളാണ് അനുമതി കാത്ത് കിടക്കുന്നത്. അതേസമയം ഹോർമൂസിൽ പണം ഈടാക്കുന്നത് നിയമവിധേയമാക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ. യുദ്ധത്തിൽ നേരിട്ട നഷ്ടം ഇതിലൂടെ ഈടാക്കാനാകുമെന്നും അതുവരെ പണം ഈടാക്കുമെന്നും ഇറാൻ പ്രസിഡന്റിന്റെ വക്താവിനെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമമായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ല എങ്കിൽ ഇറാൻ നരകതുല്യമായ അവസ്ഥ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂ സോഷ്യലിലൂടെ ഇറാനെതിരെ അസഭ്യവർഷം നടത്തിക്കൊണ്ടാണ് ട്രംപ് പ്രസ്താവന നടത്തിയത്. ഭ്രാന്തൻ തെണ്ടികളെ, കടലെടുക്കു തുറക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകേണ്ടി വരും, അള്ളാഹുവിന് സ്തുതി എന്നായിരുന്നു ട്രംപിന്റെ പോസ്റ്റ്. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി ഒമാനും ഇറാനും തമ്മിൽ ഉന്നതതല ചർച്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രാലയങ്ങളിലെ അണ്ടർ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇരുവശത്തു നിന്നുമുള്ള വിദഗ്ധർ പങ്കെടുത്തു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാര ഊർജ്ജ കപ്പലുകളുടെ യാത്ര തടസ്സമില്ലാതെയും സുരക്ഷിതമായും ഉറപ്പാക്കാനുള്ള വഴികൾ കണ്ടെത്തുകയായിരുന്നു ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും വിദഗ്ധർ വിവിധ നിർദ്ദേശങ്ങളും യോഗത്തിൽ അവതരിപ്പിച്ചതായാണ് വിവരം. ലോകത്തെ ഇന്ധന വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന പാതയായതിനാൽ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ആഗോള സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ സാഹചര്യത്തിലാണ് ചർച്ച. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ നദീതീരങ്ങളിലും ചതുപ്പുനിലങ്ങളിലും നുഴഞ്ഞുകയറ്റം തടയുന്നതിന് പാമ്പുകളെയും മുതലകളെയും ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകളെ കുറിച്ച്
ആഭ്യന്തര ചർച്ച നടന്നിട്ടുണ്ടെന്ന് BSF വൃത്തങ്ങൾ. എന്നാൽ ഈ വിഷയത്തിൽ BSF ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചിട്ടില്ല. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ വേലി നിർമ്മാണം സാധ്യമല്ലാത്ത പ്രദേശങ്ങളിലാണ് ഈ ആശയം പരിഗണിക്കുന്നതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ വേലി നിർമ്മാണം സാധ്യമല്ലാത്ത പ്രദേശങ്ങളിൽ നദീതീരങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും നുഴഞ്ഞുകയറ്റം തടയുന്നതിന് പാമ്പുകളെയും മുതലകളെയും ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകളെ കുറിച്ച് ആഭ്യന്തര ചർച്ച നടന്നിട്ടുണ്ടെന്ന് BSF വൃത്തങ്ങൾ അറിയിച്ചു. 4096 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയിൽ ഏകദേശം 175 കിലോമീറ്റർ നദീതീരവും ചതുപ്പ് നിലവും ഉൾപ്പെടുന്നു. ഇവിടെ നുഴഞ്ഞുകയറ്റവും കള്ളക്കടത്തും തടയുന്നത് ബുദ്ധിമുട്ടേറിയതാണ്. പദ്ധതിക്ക് അനുയോജ്യമായ നദീതീരങ്ങൾ കണ്ടെത്താൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നിരുന്നാലും ഈ നിർദ്ദേശം ആദ്യഘട്ടത്തിലാണെന്നും പറയുന്നു. അതേസമയം ഡ്രോണുകൾ, സെൻസറുകൾ, ക്യാമറകൾ, മറ്റ് ആധുനിക സുരക്ഷാ നടപടികൾ എന്നിവ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിർത്തി നിരീക്ഷണം ശക്തിപ്പെടുത്താനും ആലോചിക്കുന്നുണ്ട്. കിഴക്കൻ അതിർത്തിയിലെ കള്ളക്കടത്തും നുഴഞ്ഞുകയറ്റവും സംബന്ധിച്ച ആശങ്കകൾ തുടരുന്നതിനിടെയാണ് ഈ നീക്കം. ഈ വർഷം ജനുവരിയിൽ BSF സൈനികർ പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സ്വർണ്ണ കള്ളക്കടത്തുകാരെ പിടികൂടി. 1 കോടി രൂപ വില മതിക്കുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകൾ പിടിച്ചെടുത്തു. 2025 നവംബറിൽ നടന്ന മറ്റൊരു സംഭവത്തിൽ അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് ശ്രമം തടയുന്നതിനിടെ BSFന്റെ വെടിയേറ്റ് കള്ളക്കടത്തുകാരൻ മരിച്ചു. കള്ളക്കടത്തുകാർ പ്രാദേശിക ആയുധങ്ങൾ ഉപയോഗിച്ച് സൈനികരെ ആക്രമിച്ചതായും അബദ്ധത്തിൽ വെടിവെച്ചതായും വൃത്തങ്ങൾ പറഞ്ഞു. തുടർന്ന് സേന നിരവധി ആയുധങ്ങൾ, 96 കുപ്പി ഫെൻസിഡിൽ കപ്പ് സിറപ്പ്, 2 കുപ്പി വിദേശ മദ്യം എന്നിവ കണ്ടെടുത്തിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത യോഗത്തിൽ വിവാദ പ്രസംഗവുമായി കാട്ടാക്കട BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ്. LDFും UDFും അധികാരത്തിൽ വന്നാൽ ഭരണം നിയന്ത്രിക്കുന്നത് SDPയും ജമാഅത്തെ ഇസ്ലാമിയും ആയിരിക്കുമെന്നും പാകിസ്ഥാൻ അനുകൂല സംഘടനകൾ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുമെന്നുമാണ് PK കൃഷ്ണദാസിന്റെ പരാമർശം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത യോഗത്തിൽ വിവാദമായ കാട്ടാക്കട BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസിന്റെ പ്രസംഗത്തിൽ ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുമെന്നും രൂക്ഷ പരാമർശമുണ്ട്. ഇതിന് 2 മുന്നണികളും സഹായിക്കുമെന്നും കൃഷ്ണദാസ് തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞു. ശ്രീലേഖയ്ക്ക് പിന്നാലെയാണ് കൃഷ്ണദാസിന്റെ ലവ് ജിഹാദ് പരാമർശം. കാട്ടാക്കടയിലെ അമിത്ഷാ പങ്കെടുത്ത യോഗത്തിലായിരുന്നു PK കൃഷ്ണദാസ് വിവാദ പരാമർശം നടത്തിയത്. ക്രൈസ്തവ പെൺകുട്ടികളെയും പ്രണയം നടിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുമെന്നും കേരളം അപകടാവസ്ഥയിലാകുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. അതേസമയം കൃഷ്ണദാസിന്റെ പ്രസ്താവന തള്ളി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. അങ്ങനെ പാർട്ടിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ പ്രകടന പത്രികയിൽ ഉണ്ടാകുമായിരുന്നു. അതില്ലല്ലോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. ലവ് ജിഹാദ് ഉണ്ട്, എന്നാൽ അതിനെ നിർവചിക്കുന്നതിലാണ് പ്രശ്നമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. മണലൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടിക കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PK ഫിറോസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പ്രതാപൻ BJPയുമായി കോടികളുടെ ഡീൽ ഉണ്ടാക്കിയെന്ന് അദ്ദേഹം ആരോപിച്ചു. 8 കോടി രൂപ വാങ്ങി BJPക്ക് വോട്ട് മറിച്ചെന്നും പ്രതാപൻ രാവിലെ കോൺഗ്രസും വൈകിട്ട് BJPയുമാണെന്നും ഫിറോസ് പറഞ്ഞു. CPMന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ LDF നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഫിറോസ് സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയായ പ്രതാപിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. BJP കിറ്റ് വിതരണം ചെയ്തല്ലോ, അവിടേക്ക് TN പ്രതാപൻ ഓടിയെത്തുന്നു, പോലീസുമായി കയർക്കുന്നു, BJPക്കെതിരെ വലിയ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ഇന്നലെയാണ് അതറിഞ്ഞത്, പക്ഷെ ഞങ്ങൾ 3 ദിവസം മുൻപേ അതറിഞ്ഞു. ആ പ്ലാൻ ചെയ്യുന്ന പരിപാടി BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവുമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണ് ഈ കിറ്റ് വിതരണം. കാരണം അവിടെ മുസ്ലിം സമുദായം 20%, ക്രൈസ്തവ സമുദായം 20%. ഈ മുസ്ലിം ക്രൈസ്തവ വോട്ടാണ് പ്രതാപന്റെ ഉന്നം. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രതാപൻ BJPയുമായി ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ കൃത്യമായ ഇടപെടലും ഗൂഢാലോചനയും ഒക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെ കൈവശം രേഖകളായിട്ടുണ്ട് എന്നും ഫിറോസ് പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രതാപൻ നടത്തിയ ഇടപെടൽ എന്ന് പറഞ്ഞാൽ നിസ്സാര ഇടപാടല്ല, കോടാനുകോടി രൂപയുടെ ഇടപാടാണ്. സത്യം എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. 8 കോടി രൂപയാണ് നാട്ടികയിലും മണലൂരിലും സുരേഷ് ഗോപിയുടെയും BJPയുടെയും കയ്യിൽ നിന്ന് പ്രതാപൻ കൈപ്പറ്റി വിതരണം ചെയ്തതെന്നും ഫിറോസ് ആരോപിച്ചു. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശൂരിലെ മണലൂർ. മുൻ മന്ത്രി C രവീന്ദ്രനാഥാണ് LDF സ്ഥാനാർത്ഥി. KK അനീഷ് കുമാറാണ് NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്. പോളിംഗിന് 3 ദിവസം അവശേഷിക്കവെയാണ് ഫിറോസിന്റെ ഗുരുതര ആരോപണം എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം ഇത്തരം ഡീൽ ഉറപ്പിക്കലുകളൊന്നും നടന്നിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ BJP തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നടനും BJP നേതാവുമായ ദേവന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ചാണ് പരാതി. കിറ്റ് വിവാദം TN പ്രതാപന്റെ പെറോട്ട് നാടകമാണെന്ന് മണലൂരിലെ NDA സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ ആരോപിച്ചു. കുറെ കൊലപാതകികളും ക്രിമിനൽ പ്രതികളെയും കൂട്ടിക്കൊണ്ടുവന്ന് പ്രതാപൻ കളിച്ച നാടകമായിരുന്നു അത്. BJP പ്രവർത്തകരോ ദേവനോ കിറ്റ് വാങ്ങിയെന്നോ കൊടുത്തെന്നോ തെളിയിക്കാൻ പോലീസിനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും NDA സ്ഥാനാർത്ഥി വെല്ലുവിളിച്ചു. കിറ്റ് വിവാദം TN പ്രതാപന്റെ പെറോട്ട് നാടകമാണെന്ന ആരോപണവുമായി രംഗത്ത് വരികയാണ് മണലൂരിലെ NDA സ്ഥാനാർത്ഥിയായ KK അനീഷ് കുമാർ. സൂപ്പർ മാർക്കറ്റ് ഉടമ SNDP നേതാവാണ്.
സാമുദായിക നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹത്തെ ദേവൻ കാണാനെത്തിയത്. സൂപ്പർമാർക്കറ്റിന്റെ ഉടമ അദ്ദേഹത്തിന് വിഷുവിന് കിട്ടിയ ഓർഡർ പ്രകാരം സാധന സാമഗ്രികൾ ഗോഡൌണിൽ തയ്യാറാക്കുകയായിരുന്നു എന്നും പറഞ്ഞു. BJP കിറ്റ് കൊടുത്തതായി എവിടെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച അനീഷ് കുമാർ ദേവനും കിറ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നും വ്യക്തമാക്കി. സംഭവത്തിൽ സ്ഥാപന ഉടമയെയും പ്രാദേശിക BJP പ്രവർത്തകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിടിയിലായ വാടാനപ്പള്ളിയിലെ പ്രാദേശിക BJP പ്രവർത്തകൻ സതീഷിനെ കൂടുതൽ ചോദ്യം ചെയ്യും. കിറ്റുകൾ വിഷുവിന് സന്നദ്ധ സംഘടനകൾക്ക് നൽകാൻ ഓർഡർ ചെയ്തതാണെന്നും അല്ലാതെ വോട്ടർമാരെ സ്വാധീനിക്കാനല്ലെന്നുമാണ് സതീഷിന്റെ മൊഴി. ദേവൻ ഗോഡൌണിൽ പ്രവേശിക്കുന്നതായി CCTV ദൃശ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കസ്റ്റഡിയിൽ എടുക്കാത്തതെന്നാണ് പോലീസ് ഭാഷ്യം. തുടർന്ന് TN പ്രതാപൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതോടെ TN പ്രതാപനെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കീഴടക്കി ലക്നൌ സൂപ്പർ ജയൻസ്. 5 വിക്കറ്റിനാണ് ലക്നൌവിന്റെ വിജയം. ഹൈദരാബാദ് ഉയർത്തിയ 157 റൺസ് വിജയ ലക്ഷ്യം 19.5 ഓവറിൽ മറികടന്നു. അർദ്ധ സെഞ്ചുറിയുമായി നായകൻ ഋഷഭ് പന്താണ് ടീമിനെ ജയത്തിലെത്തിച്ചത്. 50 പന്തിൽ നിന്ന് 68 റൺസുമായി പന്ത് പുറത്താവാതെ നിന്നു. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കീഴടക്കിയ ലക്നൌ സൂപ്പർ ജയൻസ് വിജയ കിരീടം ചൂടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌവിന്റെ തുടക്കം മികച്ചതായിരുന്നു. ഏഡൻ മാക്രമും മിച്ചൽ മാർഷും ടീമിനെ 4 ഓവറിൽ 33 റൺസിലെത്തിച്ചു. പിന്നാലെ 14 റൺസ് എടുത്ത് മാർഷ് മടങ്ങി. 2ാം വിക്കറ്റിൽ നായകൻ ഋഷഭ് പന്തും മാർക്രമും ചേർന്ന് ടീമിനെ മുന്നോട്ട് നയിച്ചു. 6 ഓവറിൽ 50 കടന്ന ടീം 9 ഓവറിൽ 76 റൺസിലെത്തി. സ്കോർ 77 നിൽക്കവേ മാർക്രം കൂടാരം കയറി. 27 പന്തിൽ നിന്ന് 45 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. പതിയെ തുടങ്ങിയ പന്ത് ക്രീസിൽ നിലയുറപ്പിച്ചതാണ് ലക്നൌവിന് രക്ഷയായത്. വിക്കറ്റുകൾ വീഴുമ്പോഴും മറുവശത്ത് പന്ത് പിടിച്ചു നിന്നു. 14 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 108 റൺസ് എന്ന നിലയിലായിരുന്നു ലക്നൌ. നിക്കോളാസ് പുരാൻ 1 റണ്ണും ആയുഷ് ബദോനി 12 റൺസും എടുത്ത് മടങ്ങി. 15 ഓവറിൽ ടീം 114-ലെത്തി. 32 പന്തിൽ നിന്ന് 34 റൺസായിരുന്നു ആ ഘട്ടത്തിൽ പന്തിന്റെ സമ്പാദ്യം. എന്നാൽ പിന്നീട് പന്ത് ട്രാക്ക് മാറ്റി. അടിച്ചു കളിച്ച പന്ത് സ്കോർ ഉയർത്തി. അതോടെ ഹൈദരാബാദ് പ്രതിരോധത്തിലായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിൽ ലേബർ സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ. ബ്രിട്ടനെ യുദ്ധസജ്ജമാക്കാനുള്ള പദ്ധതികളിൽ ഒരു തീരുമാനമെടുക്കാതെ ലേബർ സർക്കാർ ഒഴിഞ്ഞു മാറുകയാണെന്ന ആരോപണം ശക്തം. സൈന്യത്തെയും മറ്റു സുപ്രധാന മേഖലകളെയും യുദ്ധമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അതിനെ നേരിടാൻ സജ്ജമാക്കുക എന്ന പദ്ധതികൾ സർക്കാർ അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചു. ഈ വർഷം പാർലമെന്റിൽ എത്തുമെന്ന് കരുതിയ ഡിഫൻസ് റെസിഡൻസ് ബിൽ 2027 പകുതി വരെ ഉണ്ടാകില്ല. ബിൽ അവതരിപ്പിക്കുന്നതിലുള്ള കാലതാമസം ശത്രുക്കൾക്കും സഖ്യരാജ്യങ്ങൾക്കും തെറ്റായ സന്ദേശം നൽകുമെന്ന് വിമർശകർ. UK-യിൽ ഷബാന മഹ്മൂദിന്റെ കർക്കശ കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ കടുത്ത ആശങ്ക. ഹോം സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നത് UK-യിൽ സ്ഥിര താമസത്തിനുള്ള യോഗ്യത ലഭിക്കുവാൻ കൂടുതൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന പരിഷ്കാരങ്ങൾ. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ മൈഗ്രേഷൻ സിസ്റ്റത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടായേക്കാവുന്നവ. തീരുമാനങ്ങളിൽ നിന്നും ലേബർ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വരുമെന്ന് സൂചന. കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ ആശങ്ക അറിയിച്ച് വിമത MPമാരും മന്ത്രിമാരും. നോർത്ത് സീയിൽ എണ്ണ പ്രകൃതിവാതക ഖനനം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തം. നെറ്റ് സീറോ നയങ്ങൾ മയപ്പെടുത്തണമെന്ന് എനർജി സെക്രട്ടറി എഡ് മിലിബന്റിനോട് ശക്തമായി ആവശ്യപ്പെട്ട് MPമാർ. ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില പിടിച്ചു നിർത്താനും ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനും നയങ്ങൾ മയപ്പെടുത്തുന്നത് അത്യാവശ്യമാണെന്ന് ഭരണകക്ഷി MPമാർ. മന്ത്രിസഭയ്ക്കുള്ളിലും തർക്കം ശക്തമാകുന്നു. വാതക ഖനനത്തിനുമേലുള്ള നിരോധനം നീക്കണമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ്. ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഉടൻ തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാനെ തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് മുൻപ് സമാധാന കരാറിലെത്തിയില്ല എങ്കിൽ രാജ്യം മുഴുവൻ ബോംബിട്ട് തകർക്കുമെന്ന ട്രംപിന്റെ അന്ത്യശാസനം. ഇറാനിലെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടന്നാൽ രാജ്യം പുനർനിർമ്മിക്കാൻ കുറഞ്ഞത് 20 വർഷമെങ്കിലും വേണ്ടിവരുമെന്ന മുന്നറിയിപ്പ്. പശ്ചിമേഷ്യൻ യുദ്ധ പ്രതിസന്ധിയിൽ കുതിച്ചുയർന്ന എണ്ണവില. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $2.4 ഉയർന്ന് $117.43. ഒറ്റ രാത്രിയിൽ ഉയർന്നത് 2.2%. ഹോർമൂസിൽ പണം ഈടാക്കുന്നത് നിയമവിധേയമാക്കാൻ ഒരുങ്ങി ഇറാൻ. യുദ്ധത്തിൽ നേരിട്ട നഷ്ടം ഹോർമൂസിലൂടെ ഈടാക്കുമെന്നും ഇറാൻ പ്രസിഡന്റ്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ല എങ്കിൽ ഇറാൻ നരകതുല്യമായ അവസ്ഥ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിദ്വേഷ പ്രസംഗവുമായി കാട്ടാക്കട BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ്. LDF-ഉം UDF-ഉം അധികാരത്തിൽ വന്നാൽ ഭരണം നിയന്ത്രിക്കുന്നത് SDPI-യും ജമാഅത്തെ ഇസ്ലാമിയുമായിരിക്കുമെന്നും പാകിസ്ഥാൻ അനുകൂല സംഘടനകൾ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുമെന്നും PK കൃഷ്ണദാസ്. ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുമെന്നും പരാമർശം. കൃഷ്ണദാസിന്റെ പ്രസ്താവന തള്ളി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മണലൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടിക കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PK ഫിറോസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പ്രതാപൻ BJP-യുമായി കോടികളുടെ ഡീലുണ്ടാക്കിയെന്ന് ഗുരുതര ആരോപണം.
8 കോടി രൂപ വാങ്ങിയ BJPക്ക് വോട്ട് മറിച്ചെന്നും പ്രതാപൻ രാവിലെ കോൺഗ്രസും വൈകിട്ട് BJPയുമാണെന്നും ഫിറോസ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.